ചില ആഴ്ചകളായി നമ്മൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ 10ാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഈ പഠന പരമ്പരയുടെ അവസാനത്തെ ഭാഗമാണിത്. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 39ാം അധ്യായത്തിലെ വിഷയം പുതിയ ജീവനാണ്. സകലതും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ മാത്രം സംഭവിക്കുന്നു എന്ന ആശയം ഇവിടെ തുടരുകയാണ്. കാട്ടാടുകളുടെയും മാൻപേടകളുടെയും പ്രസവകാലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു. വനത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ തക്കവണ്ണം അതിനെ കെട്ടഴിച്ചു വിട്ടതും മരുഭൂമിയെയും ഊവർ നിലത്തെയും അതിന് വീടും പാർപ്പിടവുമാക്കിയതും ദൈവമാണ്. മലനിരകൾ അതിൻ്റെ മേച്ചിൽപ്പുറമാകുന്നു. 39-ന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന കാട്ടുപോത്ത് മനുഷ്യന് മെരുക്കുവാൻ കഴിയാത്ത ഒരു വന്യജീവിയുടെ പ്രതിനിധിയാണ്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒട്ടകപ്പക്ഷിയാണ്. അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു. കാലുകൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടുമില്ല. ദൈവം ജ്ഞാനവും വിവേകവും നൽകുന്ന ജീവികളും നൽകാത്ത ജീവികളുമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ ചെയ്യുന്നു. 19 മുതൽ 25 വരെ പരാമർശിക്കപ്പെടുന്ന യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന കുതിര ശക്തിയുടെ പ്രതീകമാണ്. അതിൻ്റെ ഹൂങ്കാര പ്രതാപം ഭയങ്കരം. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. അവയ്ക്ക് ഭയം ലേശവും ഇല്ല. 26 മുതൽ 30 വരെ പരുന്ത്, കഴുകൻ എന്നിവയെ അവതരിപ്പിക്കുന്നു. ഇവയും മനുഷ്യന്റെ വരുതിയിൽ നിൽക്കുന്നില്ല. എന്നാൽ എല്ലാം ദൈവത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആണ്. ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇയ്യോബ് 2 പ്രാവശ്യം മറുപടി പറയുന്നുണ്ട്. ആദ്യത്തേത് 40ാം അധ്യായത്തിലാണ്. ഇവിടെ ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം തന്നെ ഇയ്യോബിനെ വല്ലാതെ കുഴച്ചു. അതിനവൻ മറുപടി പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് അവൻ ദൈവത്തോട് ആദ്യമായി പ്രതികരിച്ചു. ഇയ്യോബ് 40-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും ഇയ്യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ അതിന് ഉത്തരം പറയട്ടെ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയണ്ടു? ഞാൻ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു. 1 വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. 1 വട്ടം ഞാൻ സംസാരിച്ചു എന്നത് ഇയ്യോബ് മുമ്പ് ദൈവത്തെക്കുറിച്ച് അവൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കാം. അതെല്ലാം അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നതായിരുന്നുവെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭോഷത്വം എന്താണ് എന്ന് ഇയ്യോബ് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവൻ ഇനി അത്തരം വികലമായ കാര്യങ്ങൾ പറയുകയില്ല. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ സർവാധികാരത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഇയ്യോബ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ നിസ്സാരനല്ലോ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവം സംഭാഷണം തുടരുകയാണ്. ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചു എന്നാണ് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ തീർപ്പ്. എങ്കിലും 40-ന്റെ 8 അവനിൽ ഒരു കുറ്റം കണ്ടെത്തുന്നു. നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ഈ കുറ്റപ്പെടുത്തൽ ഇയ്യോബിൻ്റെ സ്നേഹിതരുടെ വാദങ്ങളെ ഭാഗികമായി ശരിവെക്കുന്നതാണ്. എന്നാൽ ദൈവം ഇതിനെ പാപമായോ കഷ്ടതയുടെ കാരണമായോ കണക്കാക്കുന്നില്ല എന്നാണ് 42-ന്റെ 7 പറയുന്നത്. ഇയ്യോബിനോ മറ്റു മനുഷ്യർക്കോ ദൈവത്തെപ്പോലെ അധികാരത്തോടെയും ശക്തിയോടെയും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മഹിമയും പ്രതാപവും തേജസ്സും പ്രഭാവവുമില്ല. അവന് ഗർവിയെ താഴ്ത്തുവാനും ദുഷ്ടന്മാരെ വീഴ്ത്തുവാനും കഴിയില്ല. ഇതെല്ലാം ചെയ്യുവാൻ മനുഷ്യന് കഴിയുമായിരുന്നുവെങ്കിൽ അവൻ്റെ വലം കൈ അവനെ രക്ഷിക്കുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം ചെയ്യുവാൻ കഴിയും. അവന് മാത്രമേ ഇതെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയൂ. അതിനാൽ ദൈവത്തിൻ്റെ വലം കൈയാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. 40-ന്റെ 15 നദീഹയം എന്നൊരു വലിയ ജീവിയെക്കുറിച്ച് പറയുന്നു. ഇത് ഏത് ജീവിയാണ് എന്നോ അതിൻ്റെ പ്രത്യേകതകളോ കൃത്യമായി നമുക്ക് അറിവില്ല. അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. എങ്കിലും അത് അതിശക്തനായ ഒരു ജന്തുവായിരുന്നു. അത് യാതൊന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല.
നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല. യോർദാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. ഇതിനെ മറ്റു മൃഗങ്ങളെ പിടിക്കുന്നത് പോലെ അതിന് മൂക്കിൽ കയർ കോർത്ത് പിടിക്കാമോ എന്നാണ് ദൈവത്തിൻ്റെ വെല്ലുവിളി. ഇയ്യോബിനും മനുഷ്യർക്ക് ആർക്കും അത് സാധ്യമല്ല. എന്നാൽ ഈ മൃഗവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ മേലും ദൈവത്തിന് സർവാധികാരമുണ്ട്. നദീഹയം ഒരു മൃഗം എന്നതിനേക്കാൾ ഉപരി തിന്മയുടെ പ്രതീകം ആണ്. 41:1 മഹാനക്രം എന്ന മറ്റൊരു ജന്തുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇതിനെക്കുറിച്ചും കൃത്യമായ അറിവ് നമുക്കില്ല. മഹാനക്രത്തെ ചൂണ്ടലിലിട്ട് പിടിക്കാമോ എന്ന ചോദ്യത്തിൽ നിന്നും ഇതൊരു കടൽ ജീവിയാണ് എന്ന് ഊഹിക്കാം. അതിനെ മനുഷ്യർക്ക് മെരുക്കുവാൻ കഴിയുകയില്ല. മീൻപിടുത്തക്കാർക്ക് അതിനെ പിടിക്കുവാൻ കഴിയുകയില്ല. അതിനെ തൊട്ടാൽ ഉഗ്ര പോരാട്ടം തീർച്ചയാണ്. അതിനെ ഇളക്കുവാൻ തക്ക ശൂരനില്ല. അതിനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണ്. ആ ദൈവത്തോട് ആർക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയും? മഹാനക്രത്തെക്കുറിച്ചുള്ള വിവരണം ഈ അധ്യായത്തിൻ്റെ അവസാനം 34 വാക്യം വരെ തുടരുകയാണ്. നദീഹയം, മഹാനക്രം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതാണ് എന്നതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇവ ഇയ്യോബിന്റെ കാലത്ത് ഭൂമിയിലോ ജലത്തിലോ ജീവിച്ചിരുന്ന ജീവികൾ ആയിരുന്നിരിക്കാം. ഇയ്യോബ് 3:8 നമ്മൾ കാണുന്ന മഹാസർപ്പവും 41:1 മഹാനക്രവും ഒരേ ജീവിയാണ്. ഇതിനെക്കുറിച്ച് യെശയ്യാവ് 27:1 പരാമർശമുണ്ട്. വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും എന്നൊരു വാചകം അവിടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 74:14 ഇതിനെക്കുറിച്ചുള്ള പരാമർശം വായിക്കാം. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു. ഈ മൃഗം ദാനിയേൽ 7:2-8 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന മൃഗങ്ങൾ വെളിപ്പാട് 12:9 പറയുന്ന മഹാസർപ്പമായ പഴയ പാമ്പ് എന്നിവയെ ഓർമ്മപ്പെടുത്തുന്നു. ഇവയെല്ലാം സാത്താന്റെ പ്രതീകങ്ങളായിട്ടാണ് തിരുവെഴുത്തിൽ വിവരിക്കപ്പെടുന്നത്. 41:34 മതിച്ച് ജീവിക്കുന്നവർക്കെല്ലാം അത് രാജാവായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്നും മഹാനക്രം ദുഷ്ടന്മാരുടെ രാജാവാണ് എന്ന് മനസ്സിലാക്കാം. അതിനാൽ നദീഹയം, മഹാനക്രം എന്നീ വാക്കുകൾ കൊണ്ട് പരാമർശിക്കപ്പെടുന്ന മൃഗവും തിന്മയുടെ പ്രതീകം ആയിരിക്കാം. എന്നാൽ തിന്മയെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന അർത്ഥം ഇവിടെ കൽപ്പിക്കുന്നത് ശരിയല്ല. തിന്മയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ആശയമാണ് ശരിയായിട്ടുള്ളത്. അതാണ് ദൈവം ഇയ്യോബിനോട് വിനിമയം ചെയ്യുവാൻ ഉദ്ദേശിച്ചതും. ദൈവം അനുവദിച്ചപ്പോൾ ദൈവം ഇട്ട പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സാത്താൻ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുത്തിയുള്ളൂ. ഇയ്യോബിനോ മറ്റു മനുഷ്യർക്കോ തിന്മയെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല എന്ന ഓർമ്മപ്പെടുത്തലും ഇവിടെ ഉണ്ട്. 41:11 ദൈവം ഇയ്യോബിനോട് ശ്രദ്ധേയമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ? ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എൻ്റേതല്ലയോ? ഈ പ്രപഞ്ചത്തിലെ സകലതും ദൈവത്തിൻ്റെതാണ്. അതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരും അത് അവന് കൊടുത്തിട്ടില്ല. ആരുടെയും കയ്യിൽ നിന്നും വാങ്ങി അവൻ സൃഷ്ടിപ്പ് നടത്തിയിട്ടില്ല. അതിനാൽ സൃഷ്ടിപ്പിന് ശേഷവും ആദ്യം അവന് കൊടുക്കുകയും പിന്നീട് അവനിൽ നിന്നും മടക്കി വാങ്ങുകയും ചെയ്യുക എന്നത് അസാധ്യമാണ്. അവൻ്റെ സ്വന്തമായത് അവന് ദാനമായി കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ തന്നെ അവനിൽ നിന്നും മനുഷ്യൻ പ്രാപിക്കുന്നതൊന്നും അവനിൽ നിന്നും തിരികെ വാങ്ങുന്നത് അല്ല. ഇയ്യോബ് സത്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൻ ഭാര്യയോട് പറഞ്ഞത്, ഇയ്യോബ് 2:10 നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. നന്മയും തിന്മയും നമ്മൾ കൈക്കൊള്ളുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇതിൽ തിന്മ ദൈവം നൽകുന്നു എന്നൊരു ധ്വനിയുണ്ട്. അതിനെ ഇയ്യോബിന്റെ പരിജ്ഞാനത്തിന്റെ പരിമിതിയായി കാണാം. നന്മ ദൈവത്തിൽ നിന്നും വരുന്നു, തിന്മ അവൻ അനുവദിച്ചിട്ട് സംഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സകലതും മനുഷ്യൻ അനുഭവിക്കുന്ന സകല നന്മയും ദൈവത്തിന്റെ ദാനമാണ് എന്ന കാഴ്ചപ്പാട് പഴയ നിയമ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഇത് ദാവീദ് രാജാവും ഏറ്റുപറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29:14 എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായ ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. 42-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ചോദ്യങ്ങളോടുള്ള ഇയ്യോബിന്റെ രണ്ടാമത്തെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്തുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായി എന്ന് ദൈവം വിശദീകരിക്കുന്നില്ല. ദൈവവും സാത്താനും തമ്മിലുണ്ടായ സംഭാഷണങ്ങളെക്കുറിച്ചോ പിശാചിന്റെ വെല്ലുവിളികളെക്കുറിച്ചോ ഇയ്യോബ് അറിഞ്ഞിട്ടില്ല. ഇയ്യോബിന്റെ ജീവിതകാലത്ത് ഒരിക്കലും അവൻ അനുഭവിച്ച കഷ്ടതയുടെ കാരണം എന്താണ് എന്ന് അവന് മനസ്സിലായില്ല. എങ്കിലും അത് ദൈവവുമായുള്ള അവന്റെ ബന്ധത്തെ ബാധിച്ചില്ല. അവന്റെ കഷ്ടതയുടെ കാരണം എന്തെന്ന് അവൻ ദൈവത്തോട് ചോദിച്ചു മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ല. ഒരു കാര്യം മാത്രം അവൻ ഏറ്റുപറഞ്ഞു: ദൈവം സർവാധികാരിയാണ്. ദൈവത്തിന് അവന്റെ സൃഷ്ടികളുടെ ജീവിതത്തിൽ എങ്ങനെയും ഇടപെടുവാൻ അധികാരമുണ്ട്. ഇയ്യോബ് ഈ അധികാരത്തിന് കീഴടങ്ങുന്നു. ഈ അറിവിൽ അവൻ പറഞ്ഞു: ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇയ്യോബ് 42:1-6 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നോരിവൻ ആർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഈ വാക്യങ്ങളാണ് ഇയ്യോബിന്റെ ജീവചരിത്രത്തിന്റെ ഉപസംഹാരം. ഗ്രന്ഥകർത്താവ് വായനക്കാരോട് പറയുവാൻ ആഗ്രഹിച്ചതെല്ലാം ഈ വാക്കുകളിലുണ്ട്. ഇയ്യോബ് പറഞ്ഞു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അവൻ അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അതിനാൽ പശ്ചാത്താപത്തോടെ അനുദപിക്കുന്നു. അവന്റെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ സർവാധിപത്യം അവൻ വീണ്ടും ഏറ്റുപറയുക ആണ്. ഇത്തവണ അവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് തന്നെ ഏറ്റുപറഞ്ഞു. സകലതും നിന്റെ അധികാരത്തിന് കീഴിലായിരിക്കുന്നു. അവൻ നിർണയിക്കുന്നത് സാധിക്കുന്നു. അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അതിനെ ഗ്രഹിക്കുവാനും ആർക്കും കഴിയുക ഇല്ല. ഇവിടെ ഇയ്യോബിന്റെ അനുതാപവും മാനസാന്തരവും പൂർണ്ണമാകുന്നു. 40:3-5 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നവന്റെ ഒന്നാമത്തെ പ്രതികരണത്തിൽ: ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല എന്ന് ഇയ്യോബ് ഏറ്റുപറഞ്ഞു. അവൻ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കിയാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ കാണുന്നത്. എന്നാൽ 42:1-6 വരെയുള്ള വാക്യങ്ങളിലെ ഏറ്റുപറച്ചിൽ കൂടുതൽ ശക്തമാണ്. ഇവിടെ അവന്റെ ചിന്തകളിലും വാക്കുകളിലും അവൻ പശ്ചാത്തപിക്കുന്നു. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അവൻ അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുകയായിരുന്നു എന്നും അവനെ അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയ കാര്യങ്ങൾ തിരിച്ചറിയാതെ പറഞ്ഞുപോയി എന്നും ഇയ്യോബ് ഏറ്റു പറഞ്ഞു. തിന്മ ഉൾപ്പെടെ സകലത്തിന്മേലും ദൈവം സർവാധികാരിയാണ്. അതിനാൽ അനുതാപത്തിന്റെ അടയാളമായി ഇയ്യോബ് പൊടിയിലും ചാരത്തിലും കിടക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം അധികവും എഴുതിയിരിക്കുന്നത് കവിതയിലാണ്. എന്നാൽ ചില ഭാഗങ്ങൾ ഗദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് 1-2 അധ്യായങ്ങളും 37 എലീഹുവിന്റെ സംഭാഷണത്തിന്റെ ആരംഭ ഭാഗങ്ങളും ഗദ്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ കഥയുടെ അവസാന ഭാഗവും ഗദ്യത്തിലാണ്. ഇവിടെ ഇയ്യോബ് സ്നേഹിതരുമായി എങ്ങനെ രമ്യതപ്പെട്ടു എന്ന് ആദ്യം പറയുന്നു. ഇതിൽ ദൈവത്തിന്റെ മാധ്യസ്ഥം ഉണ്ട്. ദൈവം ഇയ്യോബിന്റെ കഷ്ടതയെ നീക്കി അവന് നൽകിയ അനുഗ്രഹങ്ങളുടെ വിവരണത്തോടെ കഥ അവസാനിക്കുന്നു. മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി നന്മകൾ നൽകി ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ദൈവം പ്രത്യക്ഷനായപ്പോൾ ഇയ്യോബിന്റെ പക്കൽ അനീതി ഉണ്ട് എന്ന് ദൈവം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവന്റെ സ്നേഹിതരുടെ വാക്കുകൾ ദൈവത്തോട് നീതിയുള്ളതായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇയ്യോബ് 42:7-8 വാക്യങ്ങൾ. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്: നിന്നോട് നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. 22-ാം വാക്യത്തിലാണ് എലീഫസിനെ നമ്മൾ അവസാനമായി കണ്ടത്. 42:7 എലീഫസ് വീണ്ടും കഥയിലേക്ക് വരുന്നു. അദ്ദേഹം ഒരുപക്ഷെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന വ്യക്തി ആയിരുന്നിരിക്കണം. എലീഫസ്, ബിൽദാദ്, സോഫർ എന്നിവർ പ്രായത്തിന്റെ ക്രമത്തിലായിരിക്കാം സംഭാഷണത്തിൽ പങ്കെടുത്തത്. അതിനാൽ എല്ലാ സ്നേഹിതരുടെയും പ്രതിനിധി എന്ന വണ്ണം അവനോട് ദൈവം സംസാരിക്കുന്നു.
ദൈവത്തിന് ഇയ്യോബിനോടല്ല, അവരോടാണ് കോപമുള്ളത്. കാരണം ഇയ്യോബ് ദൈവത്തിന് ഹിതമായത് സംസാരിച്ചു, അവർ വിഹിതമായത് സംസാരിച്ചില്ല. ചില ദിവസങ്ങളായി അവർ ഇയ്യോബുമായി ചെയ്യുന്ന വാദപ്രതിവാദങ്ങളെല്ലാം ഇവിടെ തകർന്നു വീഴുന്നു. ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ വെളിപ്പാട് അവർ പ്രാപിക്കുക ആണ്. എന്താണ് ഇയ്യോബ് ദൈവത്തിന് വിഹിതമായി സംസാരിച്ചത്? എന്താണ് ഇയ്യോബിന്റെ സ്നേഹിതർ ദൈവത്തിന് വിഹിതമല്ലാതെ സംസാരിച്ചത്? ഇയ്യോബിന്റെ സ്നേഹിതർ അവന് സംഭവിച്ച കഷ്ടത അനീതിയുള്ള പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബ് അത് ദൈവത്തിന്റെ സർവാധികാരത്താൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. മനുഷ്യരുടെ ജീവിതത്തിൽ ഏതു വിധത്തിലും എപ്പോൾ വേണമെങ്കിലും ഇടപെടുവാൻ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് ഇയ്യോബ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവന്റെ സ്നേഹിതർക്ക് ഇല്ലാതെ പോയി. മനുഷ്യന്റെ എല്ലാ ഭൗതിക സാഹചര്യത്തിലും ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് ഇയ്യോബ് വിശ്വസിച്ചപ്പോൾ ദൈവത്തെ ഭൗതിക നന്മകളുമായി ബന്ധിപ്പിച്ച് നിർത്തുവാനാണ് അവന്റെ സ്നേഹിതർ ശ്രമിച്ചത്. നന്മയിലും തിന്മയിലും ദൈവം ഒരുപോലെ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്നതാണ് ദൈവത്തിന് ഹിതകരമായ വിശ്വാസം. സകലത്തിന്മേലുമുള്ള അവന്റെ സർവാധികാരത്തെ അംഗീകരിക്കുന്നതാണ് ദൈവത്തിന് ഹിതകരമായ വാക്കുകൾ. നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ അവരെ ദൈവം ശിക്ഷിക്കുന്നില്ല. അവരുടെ തെറ്റിന് അവനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇയ്യോബ് 42:8 ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. ഒരു ഗോത്രപിതാവിനെ പോലെ ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി യാഗം കഴിച്ചു. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇയ്യോബ് 42:10 ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നത് സമയത്തെ കാണിക്കുന്നു. അതിന് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ന് അർത്ഥമില്ല. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇയ്യോബ് അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം അവന്റെ സമ്പത്ത് പുനഃസ്ഥാപിച്ചു, അവന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി കൊടുത്തു എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇയ്യോബ് അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടല്ല അവന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായത്. അവൻ സ്നേഹിതന്മാരോട് അവരുടെ വാദത്തിൽ വിയോജിച്ചു എങ്കിലും അവരുമായി ശത്രുതയിലായില്ല. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു എന്നിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഇയ്യോബ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു പുരോഹിതനാണ്. ഗോത്രപിതാക്കന്മാരുടെ കാലത്ത് ഗോത്രത്തലവനായിരുന്നു പുരോഹിതനും പ്രവാചകനും രാജാവും. ഇയ്യോബിന്റെ അടുക്കൽ കാളയെയും ആട്ടുകൊറ്റനെയും കൊണ്ടുചെന്നത് അവന്റെ സ്നേഹിതരാണ്. അത് അവർക്ക് വേണ്ടി ഇയ്യോബ് ഒരു പുരോഹിതൻ എന്ന വണ്ണം ഹോമയാഗം കഴിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇത് ഇയ്യോബിന്റെ പാപത്തിന്റെ പരിഹാരമായ യാഗമായിരുന്നില്ല, അവന്റെ സ്നേഹിതരുടെ പാപത്തിന്റെ പരിഹാരമായിരുന്നു. ഇയ്യോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നല്ല ഇവിടെ പറയുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിലുള്ള ഇയ്യോബിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരുടെ തെറ്റുകളെ പുറത്തു. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കുമെന്നാണ് ദൈവം കൽപ്പിച്ചത്. അതേ സമയത്ത് തന്നെ ദൈവം ഇയ്യോബിനെ വീണ്ടും സമൃദ്ധമായി അനുഗ്രഹിച്ചു. എന്നാൽ ഇയ്യോബിന്റെ സ്നേഹിതർ അവന് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇയ്യോബിന്റെ പാപം അവൻ തന്നെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട്. അവർ ഇയ്യോബിനെ ഉപദേശിച്ചു, ശകാരിച്ചു, കുറ്റപ്പെടുത്തി. പക്ഷെ ഒരിക്കൽ പോലും അവനോടൊപ്പമോ അവന് വേണ്ടിയോ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അതൊരു പക്ഷേ ഇയ്യോബിന്റെ പാപത്തിന് പരിഹാരം അവൻ തന്നെ കണ്ടെത്തട്ടെ എന്ന് കരുതിയാകാം. ഇയ്യോബിന് വീണ്ടും ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങൾ മുമ്പ് അവന് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിരുന്നു. ഇയ്യോബിന്റെ കഥ ഭൗതിക അനുഗ്രഹങ്ങളാണ് ഒരുവനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത് എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന പഴയ നിയമകാലത്ത് സംഭവിച്ചതാണ്. പുതിയ നിയമത്തിൽ ഭൗതിക നന്മകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നില്ല. ഇയ്യോബിന് കർത്താവ് വരുത്തിയ അവസാനം ഒരു പുതിയ നിയമ വിശ്വാസി അവനെ പോലെ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ ജീവിച്ച് അന്ത്യത്തിൽ കർത്താവിൽ നിന്നും പ്രാപിക്കേണ്ടതാണ്.
ഇയ്യോബ് 1-2 അധ്യായങ്ങളിൽ വിവരിക്കുന്ന ആത്മമണ്ഡലത്തിൽ സംഭവിച്ച യാതൊന്നും ഇയ്യോബിനോ സ്നേഹിതർക്കോ അറിഞ്ഞുകൂടാ. എന്നാൽ ഈ കഥയുടെ കേന്ദ്ര സന്ദേശം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ വിവരണം ആണ്. ഇയ്യോബിന്റെ കഷ്ടതയുടെ കാരണം അവന്റെ പരസ്യമോ രഹസ്യമോ ആയ പാപമല്ല. അവൻ കഷ്ടത അനുഭവിച്ചത് അവന്റെ നീതി കാരണമാണ്. അവന്റെ നീതി അവനും ദൈവവും തമ്മിലുള്ള ബന്ധമായിരുന്നു. അത് ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമായിരുന്നില്ല. യഹോവ തന്നാലും എടുത്താലും ആ ബന്ധത്തിന് ഉരച്ചിൽ തട്ടുകയില്ല. ഇതാണ് ഈ കഥയിൽ പരീക്ഷിക്കപ്പെടുന്നതും തെളിയിക്കപ്പെടുന്നതും. എന്തുകൊണ്ടാണ് അവൻ കഷ്ടത അനുഭവിച്ചത് എന്ന് ഇയ്യോബ് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ദൈവം അവനോട് അത് വിശദീകരിച്ചില്ല. എന്നാൽ കഷ്ടതയുടെ മധ്യത്തിലും അവൻ ദൈവത്തെ ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ദൈവം അവനെ വിടുവിക്കും എന്ന് അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചത് അവൻ പ്രാപിച്ചു. 2 പ്രമാണങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഇയ്യോബിന്റെ കഥയിൽ വായിക്കാം. ഭൗതിക നന്മകളും കഷ്ടതകളും നീതിയുടെയും അനീതിയുടെയും ഫലമായി ഉണ്ടാകുന്നു എന്നതാണ് സ്നേഹിതന്മാരുടെ വാദം. എന്നാൽ നന്മയും തിന്മയും ദൈവത്തിന്റെ സർവാധികാരത്താൽ അവൻ മനുഷ്യർക്ക് നൽകുന്നു എന്നതാണ് ഇയ്യോബിന്റെ വാദം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സ്നേഹിതന്മാർ ഭൗതിക അനുഗ്രഹത്താൽ നിർവചിച്ചു. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഭൗതിക നന്മകൾ ഒരു ഘടകമല്ല എന്ന് ഇയ്യോബ് വാദിച്ചു. മനുഷ്യന്റെ നന്മയിലും തിന്മയിലും ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ ആണ്. ഇയ്യോബിന്റെ സ്നേഹിതരുടെ മുഖ്യവാദങ്ങൾ ഇതെല്ലാമായിരുന്നു. ദൈവം സർവശക്തനാണ്, ദൈവം നീതിമാനാണ്, ഭൗതിക നന്മകൾ നീതിമാന്മാർക്ക് ലഭിക്കുന്ന ദൈവിക അംഗീകാരമാണ്, കഷ്ടത ജീവിതത്തിൽ അനീതി ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. അതിനാൽ ദൈവം നീതി പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നു, പാപത്തെ ശിക്ഷിക്കുന്നു. ഇയ്യോബിന്റെ സ്നേഹിതർ പറഞ്ഞ പ്രമാണം തികച്ചും തെറ്റല്ല. വേദപുസ്തകത്തിൽ പല സ്ഥലത്തും ഈ പ്രമാണം പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. അവർക്ക് തെറ്റുപറ്റിയത് ഈ പ്രമാണത്തിന്റെ അക്ഷരികവും കർശനവുമായ ഉപയോഗത്തിലാണ്. ദൈവം നീതിമാന്മാർക്ക് പ്രതിഫലവും ദുഷ്ടന്മാർക്ക് ശിക്ഷയും നൽകുന്നു എന്നത് ഒരു പൊതുവായ പ്രമാണമാണ്. എന്നാൽ എല്ലാ കഷ്ടതയുടെയും കാരണം പാപമല്ല. എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും ദൈവപ്രസാദത്തിന്റെ അടയാളം അല്ല. ഇയ്യോബിന്റെ സ്നേഹിതരുടെ ഉദ്ദേശം നല്ലതായിരുന്നു. അവർ ആത്മാർത്ഥതയുള്ള സ്നേഹിതരായിരുന്നു. അവർ ഇയ്യോബിനെ അവന്റെ കഷ്ടതയിൽ ഉപേക്ഷിച്ചില്ല. കഷ്ടതയുടെ കാരണം ഇയ്യോബിന്റെ ജീവിതത്തിലെ ഏതോ മറഞ്ഞിരിക്കുന്ന പാപമാണ് എന്ന് അവർ കരുതിയപ്പോഴും അവർ അവനോട് കൂടെ നിന്നു. അവനെ വിടുവിക്കുവാൻ ശ്രമിച്ചു. ഇയ്യോബിനെ തിരികെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു അവരുടെ ആഗ്രഹം. ഇയ്യോബിന്റെ സംഭാഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, ഇയ്യോബിന്റെ പല വാക്കുകളും യോജ്യമല്ലാത്തതും നിരാശ നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവന്റെ സംഭാഷണങ്ങളെക്കുറിച്ച് ദൈവത്തിന് യാതൊരു എതിരുമില്ലായിരുന്നു. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇയ്യോബ് 42:7 യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചതിന് ശേഷം യഹോവ തേമാനായ എലീഫസിനോട് അരുളിച്ചത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. 2, എന്നാൽ ഇയ്യോബ് ദൈവത്തിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ചുവെന്നും അവനോട് വാദിക്കുവാൻ ആഗ്രഹിച്ചു എന്നും ദൈവം പറയുന്നുണ്ട്. ഇയ്യോബ് 40:2 ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ അതിന് ഉത്തരം പറയട്ടെ. ഇയ്യോബ് 40:8 നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ഇയ്യോബിന്റെ തെറ്റ് അവൻ ദൈവമുമ്പാകെ ഏറ്റു പറയുന്നുണ്ട്. ഇയ്യോബ് 40:3-5 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയണ്ടു? ഞാൻ കൈകൊണ്ട് വായു പൊത്തിക്കൊള്ളുന്നു. 1 വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. ഇയ്യോബ് ഒരു മനുഷ്യനാണ്. അവൻ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവന് തെറ്റുകൾ സംഭവിക്കാം. അതവൻ തിരിച്ചറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് ദൈവത്തിലുള്ളത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. അവർ ദൈവത്തെക്കുറിച്ച് ശരിയായി സംസാരിച്ചില്ല. എന്നാൽ അതിന് ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല. പാപക്ഷമയ്ക്കായി ഹോമയാഗം അർപ്പിക്കുവാൻ അവരോട് കൽപ്പിച്ചു. എങ്കിലും ഇയ്യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്ന് ഇതിന് അർത്ഥമില്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3:19 എലീഫസിന്റെ വാക്കുകൾ എടുത്തു പറയുന്നുണ്ട്. ഇത് അവരുടെ വാക്കുകളിൽ ശരിയും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇയ്യോബ് 5:13 അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു.
1 കൊരിന്ത്യർ 3:19-20 വാക്യങ്ങൾ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ കഷ്ടതയുടെ കാരണം കണ്ടെത്തുവാനുള്ള അവരുടെ ശ്രമത്തെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പരിമിതമായ ജ്ഞാനം വഴിതെറ്റിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ സർവാധിപത്യത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന അറിവ് പെശകുള്ളതായിരുന്നു. ഇയ്യോബ് അവന്റെ കഷ്ടതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ 3 ചോദ്യങ്ങൾ പ്രധാനമായും അവന്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഇതിനൊന്നും ദൈവം അവന് മറുപടി നൽകിയില്ല. എന്നാൽ അതിനെല്ലാം യേശുക്രിസ്തുവിൽ ഉത്തരം ഉണ്ട്. ഇയ്യോബ് 14-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇയ്യോബ് 14:4, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഒരുത്തനും ഇല്ല. ഇയ്യോബ് എന്ന മനുഷ്യന് ഒരിക്കലും ദൈവം മുമ്പാകെ നീതിമാനാകുവാനോ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കഴിയുകയില്ല. പാപനിമിത്തം ദൈവവും മനുഷ്യനും തമ്മിലൊരു വലിയ വിടവുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിന് യേശുക്രിസ്തുവിൽ ഉത്തരമുണ്ട്. യേശുക്രിസ്തു ഇയ്യോബിൻ്റെയും നമ്മളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. ദൈവത്തിൻ്റെ നീതി അവൻ പ്രാപിച്ചു, നമ്മൾക്ക് പകർന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ദൈവത്തിന് സ്വീകാര്യർ ആയി തീർന്നു. ഇയ്യോബിൻ്റെ 2ാമത്തെ ചോദ്യം ഇതാണ്. ഇയ്യോബ് 14:10, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഈ ചോദ്യം മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള നിത്യമായ ജീവിതത്തെക്കുറിച്ചുമുള്ളതാണ്. ഇതിനുള്ള ഉത്തരവും ക്രിസ്തുവിലാണ് ലഭിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനം മരിക്കുമ്പോൾ അവർ ക്രിസ്തുവിനോട് കൂടെ ചേരുന്നു. അവർ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാർ മരിക്കുമ്പോൾ അവർ കരച്ചിലും പല്ലുകടിയുമുള്ള ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടും. 3ാമത്തെ ചോദ്യം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. ഇയ്യോബ് 14:14, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ഈ ചോദ്യത്തിനും ഉത്തരം ക്രിസ്തുവിലാണുള്ളത്. ക്രിസ്തുവിൽ മരിക്കുന്നവർ നിത്യമായി ജീവിക്കും. നമ്മൾ കാണാത്തതും അറിയാത്തതുമായ ഒരു ആത്മമണ്ഡലത്തിൽ മനുഷ്യനെ കുറിച്ചൊരു വലിയ സംഘർഷം നടക്കുന്നുണ്ട്. ഈ സംഘർഷത്തെക്കുറിച്ച് അജ്ഞർ ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് അനേകം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. മിക്കപ്പോഴും അവയ്ക്ക് യാതൊന്നിനും തൃപ്തികരമായ മറുപടി ലഭിക്കാറുമില്ല. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും നന്മയിലും തിന്മയിലും ദൈവത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്ന പാഠമാണ് ഇയ്യോബിൻ്റെ ജീവിതം നൽകുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വഴി ആരാഞ്ഞു നോക്കിയാലും മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാകുകയില്ല എന്നതിനാലാണ് നമ്മൾ എപ്പോഴും ദൈവത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എങ്കിൽ നമുക്ക് പൂർണ്ണമായും എപ്പോഴും അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. അതിനാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവൻ എപ്പോഴും നന്മയിലും കഷ്ടതയിലും കീഴ്പ്പെട്ടിരിക്കണം. ഇയ്യോബ് ദൈവനീതിയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അത് സൃഷ്ടാവും സർവാധികാരിയുമായ ദൈവത്തെക്കുറിച്ചുള്ളതാണ്. അവന് സകല സൃഷ്ടികളുടെ മേലും സർവാധികാരമുണ്ട്. കാരണം അവനാണ് സകലതിനെയും സൃഷ്ടിച്ചത്. അവൻ ഏക സൃഷ്ടാവാണ്. സൃഷ്ടാവിന് സൃഷ്ടിയുടെ മേലുള്ള അവകാശമാണ് ദൈവത്തിന് സകലതിന്മേലും ഉള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സർവാധികാരത്തെയും അതിനെ എങ്ങനെ ഭരിക്കണമെന്ന് അവൻ്റെ ജ്ഞാനത്തെയും കുറിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്വഭാവവും നീതിയും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഇത്തരം ചിന്തകൾക്ക് ശേഷമേ ഇയ്യോബിൻ്റെ കഷ്ടത വിഷയമാകുന്നുള്ളൂ. ദൈവത്തിലുള്ള ഇയ്യോബിൻ്റെ അചഞ്ചലമായ വിശ്വാസം അവൻ്റെ കഷ്ടതയ്ക്ക് മുകളിൽ ഉയർന്ന് നിൽക്കുന്നു. കഷ്ടത ഇയ്യോബിൻ്റെ വിശ്വസ്തതയുടെ മാറ്റ് കൂട്ടുന്നതേ ഉള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലെ 10ാമത്തെയും അവസാനത്തെയും ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠനം ബുക്കായി സൗജന്യമായി ലഭ്യമാണ്. ആവശ്യമുള്ളവർ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം വഴി ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.